സിനിമയിലേക്ക് എത്തിയത് അതിൻ്റെ കാരണം നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പറയുമ്പോൾ ഇത് മീഡിയ വില്ലേജിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഹൃദയം കിടക്കുന്നത്. എൻ്റെ അച്ഛൻ ലൈജു കണിച്ചേരി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ടാണ് ഞാൻ ശരിക്കും ബന്ധം. അച്ഛനുമായിട്ടൊന്നും എനിക്കൊരു യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഞാൻ ഇച്ചിരി വള്ളംകളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളാണ്. ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് കലാകാരനായി നടക്കുന്നതുകൊണ്ട് ലൈജു അച്ഛൻ്റെ ഫാദർ ലാലി മുട്ടാർ എന്ന് പറയുന്ന അദ്ദേഹമായിട്ട് ഞങ്ങൾ ഭയങ്കര ആത്മബന്ധമാണ്. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അച്ഛൻ MA സിനിമ പഠിക്കുന്നു. ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം. ലാലി സാർ അച്ഛനോട് പറഞ്ഞു പ്രമോദ് വെളിനാടിനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഞാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു അതാരാന്ന് ചോദിച്ചു അച്ഛൻ. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരവാണ് നീ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വരികയും എന്നോട് കുറച്ച് നേരം സംസാരിച്ച്. അപ്പോൾ അരമണിക്കൂർ സംസാരിക്കാനായിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ അച്ഛൻ വന്നത് എനിക്ക് വലിയ സന്തോഷമായി. ഫോൺ ഓൺ ചെയ്ത് വെച്ച് സംസാരിക്കുന്നു. പക്ഷേ ഞാൻ അറിയുന്നില്ല അച്ഛൻ. അപ്പം ഞാനിങ്ങനെ അങ്ങ് പറയും വാചാലം. ഇതൊക്കെ നമ്മുടെ ഈ മുല്ലപ്പെരിയാർ പോലെ ഉള്ളിൽ കിടക്കുകയില്ല ഇതിലും പറയാം. കുറേ വർഷത്തെ നാടക അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് അപ്പോൾ നാടകത്തെക്കുറിച്ച് മാത്രമാണ് സംസാരം. അന്ന് സിനിമയിൽ വന്നിട്ടുണ്ട്. 1-2 സിനിമകൾ 5-6 സിനിമയിൽ അഭിനയിച്ചെങ്കിലും അതൊന്നും ഒരു സിനിമാ നടൻ എന്ന് പറയത്തക്ക രീതിയിലേക്കുള്ള ആയിട്ടില്ല. പാസിങ് വേഷങ്ങളും അങ്ങനെ ചെറിയൊരു ക്യാരക്ടർ ചെയ്ത്. ആദ്യം വന്ന അച്ഛൻ പറഞ്ഞ കമൻറ്റ് ഞാൻ വന്ന സ്ഥലം തെറ്റിയില്ലല്ലോ എന്നാണ് ആദ്യം പറയുന്നത്. ഇങ്ങനെ അവാർഡുകളിലേക്ക് നോക്കിയിട്ട് അത് വലിയ സന്തോഷം തോന്നി. അതിനുശേഷം സംസാരത്തിന് ശേഷം പറഞ്ഞ് ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പ്രമോദ, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയി. അതേ ഒരു ഗംഭീര തിരക്കഥയുമായിട്ടാണ് വന്നത്. പ്രമോദ് വെളിനാടിൻ്റെ വിശേഷങ്ങളാണ് അതിൻ്റെ പേര്. അതിവിടെ പരീക്ഷയുടെ ഭാഗമായി സമർപ്പിക്കുകയും അത് അതിൻ്റെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് അച്ഛൻ 1ാം റാങ്ക് കൂടി പാസ്സായതിനു ശേഷം അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അത് റീപോസ്റ്റിങ് വന്ന് എൻ്റെ ഒരു സുഹൃത്തെടുത്ത് പോസ്റ്റ് ചെയ്തപ്പം നമ്മുടെ ഇടത്തുവായി തന്നെയുള്ള ജ്യോതിശങ്കർ എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടർ അത് കാണുകയും പുള്ളി നമ്മുടെ നാട്ടിൽ ഇത്രയുള്ളൊരു കലാകാരനുണ്ടായിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ, മോശമായിപ്പോൾ, പുള്ളിക്ക് ഒരു അവസരം കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് അന്ന് പറഞ്ഞു എന്ന് പിന്നീടാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കള സിനിമയുടെ ചർച്ച വരുന്നു. ആ ചർച്ചയിലേക്ക് ഈ ഡോക്യുമെൻ്ററി ഇട്ട് കാണുമ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഇഷ സിനിമയിലെ ഒരു പോസ്റ്റർ അതിനകത്തുണ്ട്. അതുകൊണ്ട് ഇതാണ് എൻ്റെ മണിയാശാൻ എന്ന അതിൻ്റെ തിരക്കഥാകൃത്ത് യദു പറയുകയും അങ്ങനെയാണ് രോഹിത് ഡയറക്റ്റ് ചെയ്ത ടൊവിനോയുടെ കളയിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്. അവിടെ മുതലാണ് സിനിമാക്കാരൻ എന്ന രീതിയിലേക്ക് നമ്മളെത്തുന്നത്.